ഇവിടെ ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതേസമയം വേറൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ ഉള്ളി, പച്ചമുളക് എന്നിവ ചേർക്കുന്നു. ഇത് നന്നായി വഴറ്റുന്നു. നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചതച്ചത് ചേർക്കുന്നു. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനിലേക്ക് 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 4 തക്കാളി കൂടി ഇതിലേക്ക് ചേർക്കാനുണ്ട്. അടുത്തതായിട്ട് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാൻ ഈ ഒരു റെസിപ്പിയിൽ കുറേ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇതാണ് ഗരം മസാല ഐറ്റംസിൽ ഞാനിതിലേക്ക് ചേർക്കുന്നത്. അത് ഈ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയോ രമ്പയിലയോ ചേർത്ത് ഒന്നുകൂടി വഴറ്റി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. ഇവിടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞാനിത് അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ട് അരച്ച് ഇതുപോലെ തരിതരിപ്പായി അരച്ചെടുക്കുക. ഇനി നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി ചേർത്ത് അലിയിച്ചെടുക്കുക. ഇതിൽ ബട്ടർ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ നെയ്യിൽ ഇത് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. ഇത് മാത്രമാണ് ഇതിൽ ചേർക്കുന്ന ഒരു പൊടി ഐറ്റം. ഇനി ഇത് മൂത്ത് വരുമ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്ന് കാണും. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നന്നായി പതഞ്ഞ് വരുമ്പോഴാണ് ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി നന്നായിട്ട് ഇളക്കി നല്ല പരുവാക്കി എടുക്കണം. ഒരു എണ്ണ തെളിയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. ചെറിയ തീയിലിട്ടിട്ട് നല്ല പതുക്കെ സാവധാനം നമ്മൾ ഇളക്കി ഏതാണ്ട് ഈ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർക്കാം. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ചിക്കൻ ഏതാണ്ട് നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു മസാല ചേർക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗ്രേവി എങ്ങനെയാണ് നമുക്ക് ആവശ്യമെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ. ഉപ്പ് ഞാൻ ആദ്യമേ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ പാകത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മസാലയുടെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല നല്ല ഫ്ലേവർഫുള്ളായിരിക്കും. നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് തിളയ്ക്കുമ്പോൾ തന്നെ കഷ്ണത്തിലേക്കൊക്കെ നന്നായിട്ട് അത് അബ്സോർബ് ആയിക്കോളും. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാനിത് അതിൻ്റെ കൂടെ ഞാൻ കഴിക്കാനായിട്ടൊരു ദോശ ചുടുന്നുണ്ട്. ദോശയാണ് കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ തരത്തിലുള്ള ഫുഡിനും മാച്ചാണ് കേട്ടോ. ഈ ദോശ, ഇഡ്ഡലി, പിന്നെ ചോറ്, പൊറോട്ട, അങ്ങനെ ഏത് ഐറ്റത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കോമ്പിനേഷനായിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു മസാല ഗ്രേവി ഉണ്ടല്ലോ, അത് നമുക്ക് ഫ്രീസറിൽ വെച്ചും യൂസ് ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു.